Game on! Now game on with Kiko and get your power mode on. If you have not experienced the same, download the game. Available on Google Play. എത്ര നാൾക്ക് ശേഷമാണ് ഞാൻ നിന്നെ കാണുന്നത്. നീ ഇങ്ങനെ ഒരുപാട് നേരം കിടന്ന് കറങ്ങല്ലേ ബ്രാവോ, നിന്റെ തല കറങ്ങും. സംഭവിച്ചിട്ടുണ്ട്. എനിക്കറിയില്ല, നിന്നെ കണ്ടിട്ട് ഒരുപാട് നാളായെന്ന് ഫാനിനെ നോക്കി പറയുന്നത് ഞാൻ കേട്ടു. അതിനിപ്പോ എന്താ, ഫാൻസിനെ ഒന്നും ദിവസം ആരും കാണാറില്ലല്ലോ. എടാ ഹണി, മാഡം ഫാനിനോട് പറഞ്ഞത് നീ ഇങ്ങനെ ഒന്ന് കറങ്ങല്ലേ, നിനക്ക് തലചുറ്റ് വരുമെന്നാണ്. കൂടാതെ ഒരു ഫാൻ ഇട്ടിരിക്കുന്ന പേര് ബ്രാവോ എന്നാണ്. അപ്പൊ മാഡത്തിനൊന്നും പറ്റിയില്ല, നിനക്കാ പറ്റിയത്. നീ ഇപ്പൊ ഹണിയായി മാറി. സംശയമുണ്ടോ? നിങ്ങൾക്ക് തമാശയായിട്ട് തോന്നുന്നെങ്കിൽ നേരിട്ട് വന്ന് നോക്ക്. ബ്രാവോ, മതി കുസൃതി കാണിച്ചത്. വാ എന്റെ അടുത്തേക്ക് വാ, വേഗം വാ വാ. മാഡം, മാഡത്തിന് സുഖമില്ലാത്തതാണ്. മാഡം അവിടെ ഇരിക്ക. ഞങ്ങൾ പോയി ഡോക്ടറിനെ വിളിച്ചോണ്ട് വരാം. ഡോക്ടറിനെ വിളിക്കാനോ? അതിന് എനിക്ക് എന്താ അസുഖമുള്ളത്? മാഡം, മാഡം ഇത്ര നേരം ഫാനിനോട് സംസാരിക്കല്ലായിരുന്നോ? അതത്ര നല്ലതല്ല, ഞങ്ങൾക്ക് പേടിയാവുന്നു. അയ്യോ ഇല്ല ഇല്ലില്ല, ഞാൻ ഫാനിനോടല്ല ബ്രാവോയോടാ സംസാരിച്ചത്. നല്ല പേരാണ്. അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ റൂമിലെ ഫാന്റെ പേര് ബ്രൂണോ എന്നാക്കാം. അയ്യോ, അത് ഫാനിന്റെ അല്ല, അതിതാ എന്റെ ഡോഗിന്റെ പേരാ. പക്ഷെ മേഡം, ഇവന്റെ പേര് ജോർദാർ എന്നല്ലേ? ഓഹോ പോപ്പറ്റ്, ജോർദാർ നിന്റെ അടുത്തല്ലേ നിൽക്കുന്നത്, ബ്രാവോ എന്റെ കയ്യിലായിരിക്കുന്നത്. ദാ ഇങ്ങോട്ട് നോക്കി. ഇവൻ എന്റെ ആദ്യത്തെ പെറ്റായിരുന്നു. എന്തു പറയാനോ, പെട്ടെന്നുള്ള ആക്സിഡന്റിൽ ഇവൻ ഈ ലോകം വിട്ട് എന്നേക്കുമായി പോയി. ഇന്ന് കുറെ കാലത്തിന് ശേഷം എന്നെ കാണാൻ വന്നിരിക്കുകയാണ്. മാഡം, ഇവരൊക്കെ ആരാണ്? നീ എനിക്ക് എങ്ങനെയായിരുന്നോ അതുപോലെയാണ് ഇവരൊക്കെ എനിക്കിപ്പോ. എന്താ നോക്കൂ, ബ്രാവോ നിങ്ങളോട് എല്ലാവരോടും ഹലോ പറയുകയാണ്. ഓഹോ, എനിക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ അല്ലേ, അതുകൊണ്ട് ചിലപ്പോ നിങ്ങൾക്ക് കാണാനോ കേൾക്കാനോ കഴിഞ്ഞെന്ന് വരില്ല. മാഡം, ഞാനിനി എപ്പോഴും മാഡത്തിന്റെ കൂടെ തന്നെ ഉണ്ടാകും. ഓ സ്വീറ്റി. ബ്രാവോയാണോ സ്വീറ്റിയാണോ? ഓഹോ ഹണി, ഞാൻ ബ്രാവോയെ തന്നെയാ സ്വീറ്റി എന്ന് വിളിച്ചത്. അവൻ വളരെ സ്വീറ്റ് ആണ്, ഇനി എപ്പോഴും എന്റെ കൂടെ തന്നെ ഉണ്ടാകുമെന്നാ പറഞ്ഞത്. ബ്രാവോ സ്വീറ്റി, നിനക്ക് വിശക്കുന്നുണ്ടാകുമല്ലേ? ഓ മേഡത്തിന് എന്തോ ശരിക്കും പറ്റിയിട്ടുണ്ട്. എടാ, മേഡത്തിന് ഡോഗിയുടെ ആത്മാവിനെ കാണാൻ പറ്റുന്നുണ്ട്. സംശയമുണ്ടോ? ഒന്നും മിണ്ടാതിരിടാ, ആത്മാവും പ്രേതവും അങ്ങനെ ഒന്നും ഇല്ല. ഓഹോ, നീ സ്വഭാവം ഇപ്പോഴും മാറിയിട്ടില്ലല്ലേ. ശരി വാ, ഈ ആപ്പിള് കഴിക്കേ. നോക്കൂ കുട്ടികളെ, നിങ്ങൾ ഇവനെ പേടിക്കേണ്ട ഒരാവശ്യമില്ല. ബ്രാവോ വളരെ സ്വീറ്റ് ആണ്, സത്യമായിട്ടും. നിങ്ങൾ വീണ്ടും പേടിക്കണ്ട, ഞാൻ ഇവനെ എന്റെ മുറിയിൽ സൂക്ഷിച്ചോളാം. ഒരുപാട് രാത്രിയല്ലേ, ചെല്ലെ എല്ലാരും പോയി ഉറങ്ങാൻ നോക്ക്. ഓ എന്റെ ബ്രാവോ, ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല നിന്നെ വീണ്ടും കാണാൻ കഴിയുമെന്ന്. അയ്യോ, പിടിച്ചേ, എന്നെ ബ്രാവോയുടെ പ്രേതം കയറി പിടിച്ചേ. സംശയമുണ്ടോ? സംശയരോഗി, ഇത് എന്റെ കയ്യാ. ഇനി നിനക്കെന്തുവാടാ പ്രശ്നം? ബ്രാവോയുടെ പ്രേതം. ആരാ?
എടാ ഇത് നമ്മുടെ സോർദാറാണ്, സംശയമുണ്ടോ? അപ്പൊ സോർദാർ ബ്രാവോയുടെ ആത്മാവായിട്ട് മാറിയോ? സോർദാർ തന്നെയാ, നമ്മളാണ് പ്രേതമെന്ന് വിചാരിച്ചത്. ഇവൻ ബ്രാവോയുടെ പ്രേതം അല്ലെന്ന് സമ്മതിച്ചു. പക്ഷെ നമ്മുടെ ഈ വീട്ടിൽ ബ്രാവോയുടെ പ്രേതം ഉണ്ടല്ലോ, സംശയമുണ്ടോ? ഇല്ല, ഒരു സംശയവും ഇല്ല. നാളെ ചിലപ്പോ ബ്രാവോ ഈ വീട് വിട്ട് പോയെന്ന് വരാം. അതുകൊണ്ട് എല്ലാരും പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. Game on. Now game on with Kiko. And get your power mode on. If you have not experienced the same, download the game. Available on Google Play. ഇതുവരെ ബ്രാവോയുടെ പ്രേതം ഇവിടം വിട്ട് പോയിട്ടില്ലെന്നാ തോന്നുന്നേ. മേഡം, ഓഫീസിൽ നിന്ന് ഫോണുണ്ട്. അവരോട് പറഞ്ഞേക്ക് ഞാൻ ബിസിയാണ്. അതിനിപ്പോ മേഡം ബിസിയാണോ? ഞാൻ ബ്രാവോയുടെ കൂടെ കളിക്കുന്നത് കണ്ടില്ലേ? മാഡം, മാഡത്തിന്റെ ടിഫിൻ ഞാൻ പാക്ക് ചെയ്തിട്ടുണ്ട്. ഓ, എന്നാൽ അത് അൺപാക്ക് ചെയ്യൂ. ഞാനിന്ന് ഓഫീസിൽ പോകുന്നില്ല. കുറച്ചു നാൾ ഞാൻ ബ്രാവോയുടെ കൂടെ ഇവിടെ തന്നെ ഉണ്ടാകും. മാഡം, തോമസ് സാറിന്റെ ബർത്ത്ഡേ പാർട്ടിക്ക് ഗിഫ്റ്റ് മേടിക്കാൻ എപ്പോഴാ പോകണ്ടേ? പോവേണ്ട ആവശ്യമില്ല. ഞാൻ ബർത്ത്ഡേ പാർട്ടിക്ക് പോകുന്നില്ല. നിങ്ങൾ പോയി ഗിഫ്റ്റ് വാങ്ങിച്ചിട്ട് നേരെ ബർത്ത്ഡേ പാർട്ടിക്ക് പോയിക്കോളൂ. നമുക്ക് രണ്ടുപേർക്കും ഇവിടെ വീട്ടിൽ പാർട്ടി നടത്താം. പാർട്ടി. യെസ്. സോറി മേഡം, ഇതൊക്കെ ബ്രാവോയ്ക്ക് വേണ്ടിയാണ് മേഡം ചെയ്യുന്നത്. ഇതത്ര നല്ല കാര്യമല്ല. മേഡം ബ്രാവോയുടെ കൂടെ കളിച്ചോ, പക്ഷെ അതിനുവേണ്ടി മറ്റുള്ളവരെ പിണക്കുന്നത് അത്ര ശരിയായ കാര്യമല്ല. മാഡം ഓഫീസിലേക്ക് പോയേ മതിയാകൂ, അല്ലെങ്കിൽ മാഡത്തിന്റെ ബോസിന് ദേഷ്യം വരും. മാഡത്തിന്റെ കാര്യത്തിൽ ഇവർക്ക് നല്ല ശ്രദ്ധയുണ്ട്. അതെ, തീർച്ചയായും. ശരിക്കും നിന്നെ പോലെ തന്നെ വരും. നോക്കൂ കുട്ടികളെ, ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ബ്രാവോയെ വിട്ട് എങ്ങോട്ടും പോവില്ല. എത്ര വർഷങ്ങൾക്ക് ശേഷം എനിക്ക് ഇതിനെ തിരിച്ചു കിട്ടിയത്. ഇത്രയധികം സ്നേഹം മാഡം ഞങ്ങൾക്ക് പോലും തന്നിട്ടില്ല. ഓഹോ, അങ്ങനെയൊന്നും ഇല്ല ഹണി. ഞാൻ നിങ്ങളെ എല്ലാവരെയും ഒരുപാട് 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 സ്നേഹിക്കുന്നുണ്ട്. ബ്രാവോ എപ്പോഴാ പോകുന്നതെന്ന് എനിക്ക് അറിയില്ല. കുറച്ചു നേരം ഇവന്റെ കൂടെ സ്പെൻഡ് ചെയ്യാൻ കഴിയുമെങ്കിൽ അതിൽ എന്ത് തെറ്റാ ഉള്ളത്? എങ്കിൽ ശരി, എല്ലാവരും റെഡിയാവാൻ നോക്ക്. നമുക്ക് അടുത്തുള്ള പാർക്കിൽ ബ്രാവോ എന്ന് കറങ്ങാൻ കൊണ്ടുപോയിട്ട് വരാം. മേഡത്തിന്റെ സന്തോഷത്തിന് വേണ്ടി നമുക്കും പോകാം. വരൂ കൂട്ടുകാരെ. വരൂ, നമുക്ക് ആ റോളർ കോസ്റ്റർ റൈഡ് നടത്താം. ദേ നോക്കി, ബ്രാവോയുടെ മുഖത്ത് സന്തോഷം കണ്ടില്ലേ? മാഡം, വാ മാഡം, നമുക്ക് ജോയിന്റ് വീലിലൊന്ന് കേറാം. അതെ അതെ, വരൂ നമുക്ക് പോകാം. വേണ്ട മാഡം, മാഡത്തിന് അറിയില്ലേ എനിക്ക് ജയിന്റ് വീലിൽ കയറുന്നത് ഭയങ്കര പേടിയാണെന്ന്. ബ്രാവോ, എല്ലാം നിന്റെ ഇഷ്ടത്തിനല്ലേ ചെയ്യുന്നത്, ആണോ അല്ലയോ? അപ്പൊ നീ ഇവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ നോക്കേണ്ടി വരും, ശരിയല്ലേ? ഓക്കെ മാഡം, ഞാൻ എന്റെ കണ്ണുകൾ അടച്ചിട്ട് അതിലിരുന്നോളാം. ഇവരെല്ലാം നല്ല സ്നേഹമുള്ളവരാണ്, അതുകൊണ്ട് ഇവര് പറയുന്നത് നമ്മൾ അനുസരിക്കണം. ജോർദാറെ, സൂക്ഷിച്ച്, മുന്നിൽ ബ്രാവോ നിൽപ്പുണ്ട്. ഈ പോലീസ് ആരെ പിടിക്കാനാണ് വരുന്നത്? ഞാൻ പറയുന്നത് കേൾക്കൂ, നിൽക്കൂ. എന്റെ ഉറങ്ങാനും വന്നു കഴിഞ്ഞാൽ ഞാൻ ഈ പെണ്ണിനടുത്ത് താഴേക്കിടും. പറഞ്ഞില്ല എന്ന് വേണ്ട. ബ്രാവോ.
രക്ഷിക്കണേ, മാഡത്തിനെ രക്ഷിക്കണേ. എനിക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി വേഗം ഒരു കാർ അറേഞ്ച് ചെയ്യാൻ നോക്ക് പാണ്ഡേ. നാല് വശത്തൊന്നും വളഞ്ഞിരിക്കുകയാണ്. നീ കീഴടങ്ങുന്നതാണ് നിനക്ക് നല്ലത്. ഇവരെ താഴെ ഇടട്ടെ ഇടട്ടെ ഇടട്ടെ. വേണ്ട, ഞാൻ എത്രയും പെട്ടെന്ന് കാർ അറേഞ്ച് ചെയ്യാം. കൊച്ചലിയ, നമ്മുടെ മേഡം അപകടത്തിലാണ്. ആരും പണ്ടത്തിനെ കാണിക്കരുത്. അയാളുടെ തലയ്ക്ക് നല്ല സുഖമില്ല. അയാൾ തീർച്ചയായിട്ടും മാഡത്തെ മുകളിലും താഴേക്ക് എറിയും. ഇൻസ്പെക്ടർ പാണ്ഡെ, ഞങ്ങൾക്ക് ഇതിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കാൻ പറ്റില്ല. സോർദാറെ, പോപ്പട്ടെ, നിങ്ങൾ ഇവിടെ താഴെ തന്നെ കാണണം. റെഡി ആയിരിക്കെ, വേഗം വാ ഹണി. അങ്ങനെ ചെയ്യരുത്, അയാൾ മാഡത്തിനെ താഴേക്ക് തള്ളിയിടും. മേഡം ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഞങ്ങൾ മേഡത്തിനെ രക്ഷിക്കാൻ വന്നോണ്ടിരിക്കാണ്. രക്ഷിക്കാൻ വരുവാണോ? എന്നാൽ രക്ഷിച്ചെടുത്തോ. അയ്യോ മേഡം, ഈ കയറിൽ പിടിക്ക്. അടിച്ചു പൊളിച്ചു തിമിർത്തു. ഹലോ ആശാനെ, എടാ തൊപ്പിക്കാരാ, തനിക്കിപ്പോ അറിയോ ആരെയാ വെല്ലുവിളിച്ചെന്ന്? ഇല്ല, ആരെയാ ഞാൻ വെല്ലുവിളിച്ചത്? അത് ഞങ്ങൾ പറഞ്ഞു തരാം. ഓ, നിങ്ങൾ എപ്പോഴും പോലെ ഇപ്പോഴും പോലീസിനെ സഹായിച്ചിരിക്കുകയാണ്. താങ്ക് യു കുട്ടികളെ. ഞാൻ വിചാരിച്ചത് മാഡത്തിനെ ഞാനാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എന്നാണ്. പക്ഷെ ഇവർ നാലുപേരും എന്നെക്കാൾ കൂടുതൽ മാഡത്തിനെ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഇനി ഞാൻ പോകുകയാണ് മാഡം. വേണ്ട വേണ്ട, നീ പോവേണ്ട ഒരു ആവശ്യമില്ല ബ്രാവോ. കുട്ടികളെ പ്ലീസ് ബ്രാവോ എന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. ദാ കണ്ടില്ലേ, അവര് പോകണമെന്ന് പറയുന്നത്. പൊക്കോട്ടെ മാഡം, ബ്രാവോ ഒരു ആത്മാവല്ലേ. ബ്രാവോയുടെ ആത്മാവ് അലഞ്ഞു തിരിഞ്ഞ് നടക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് മാഡം. ബ്രാവോയെ മേഡം സ്നേഹം കൊണ്ട് ബന്ധിച്ചിരിക്കുകയാണ്. പ്ലീസ് അവനെ ഒന്ന് സ്വതന്ത്രനാക്ക്. എങ്കിൽ ശരി ബ്രാവോ, നീ പോയിക്കോ. പക്ഷെ ഒരു കാര്യം മറക്കരുത്, ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ബ്രാവോ. ബൈ ബ്രാവോ. ഓ ബൈ ബ്രാവോ.